സോ ലാസ്റ്റ് സെഷൻസിൽ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് മാസ്, സെൻട്രോയിഡ്, പിന്നെ കുറച്ച് പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ സെൻട്രോയിഡ് എവിടെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തത്, അതിൻ്റെ കറക്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് എക്സ് ബാർ വൈ ബാർ, ഒരു കോമ്പോസിറ്റ് ഏരിയയുടെ സെൻട്രോയിഡിൻ്റെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ആണ് എക്സ് ബാറും വൈ ബാറും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. ആ ഇക്വേഷൻസ് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ നോക്കുന്നത് ഏതെങ്കിലും ഒരു ആക്സിസിന് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു കോമ്പോസിറ്റ് ഏരിയ തരുവാന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചു, ഒരു ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ഇങ്ങനെ ഒരു കാണുമ്പോൾ ഇതെങ്ങനെയാണെങ്കിലും ശരിക്കും സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഫിഗറാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടെന്ന് വിചാരിക്കും. സോ നമ്മൾ ഏതൊരു സെൻട്രോയിഡിൻ്റെ പ്രോബ്ലം ചോദിച്ചാലും നമ്മൾ ആദ്യമേ നോക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഈ ഒരു ഫിഗറിനെ എങ്ങനെയെങ്കിലും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ടോ ആ ഒരു ഫിഗറിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എക്സ് വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഓക്കെ, പറ്റില്ല. പിന്നെ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം? യെസ്, ഈ വൈ ആക്സിസിനെ പോയിട്ടായിട്ട് അത് സിമെട്രിക്കലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എവിടെയെങ്കിലും സിമെട്രി ഉണ്ടെങ്കിൽ ആ സിമെട്രിക്കൽ ആക്സിസ് ആയിരിക്കണം അതിൻ്റെ ഒരു റെഫറൻസ് ആക്സിസ്. ബിക്കോസ് അത് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമെട്രിക്കൽ ആക്സിസിൽ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും നമ്മുടെ സെൻട്രോയിഡ് അല്ലേ. സോ അത് വൈ ആക്സിസ് നമ്മൾ റെഫറൻസ് ആക്സിസ് തന്നെയായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ആക്സിസിലെ ഒരു പോയിന്റ് ആയിരിക്കും ഈ പറഞ്ഞ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്ത് ഇരിക്കുന്നത്. സോ വൈ ആക്സിസിലെ ഒരു പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ ആ സെൻട്രോയിഡ് വൈ ആക്സിസിൽ കിടക്കുന്ന കാരണം അതിൻ്റെ എക്സ് ബാർ എന്തായിരിക്കും? 0. സോ ശ്രദ്ധിച്ചിരിക്കുക, ഏത് ആക്സിസിനാണ് സിമെട്രിക്കൽ ആയിട്ടുള്ളത്? ഓക്കെ, വൈ ആക്സിസും സിമെട്രിക്കൽ ആണെങ്കിൽ എന്തായിരിക്കും? എക്സ് ബാർ 0 ആയിരിക്കും. ഇനി അത് അങ്ങനെയല്ല, ഇനിയിപ്പോൾ ഒരു എക്സ് ആക്സിസിനാണ് സിമെട്രിക്കൽ ആയിട്ട് വരുന്നതെന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോൾ എക്സ് ആക്സിസ് സിമെട്രിക്കൽ ആണ്, നിങ്ങൾക്കറിയാം. എക്സ് ആക്സിസ് സിമെട്രിക്കൽ ആണെങ്കിൽ നമ്മുടെ സെൻട്രോയിഡ് എവിടെയായിരിക്കും? ഈ എക്സ് ആക്സിസിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും കിടക്കുന്നത് അല്ലേ. സോ എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരുന്നത്. സോ ഫിഗറിന് ഏതെങ്കിലും ഒരു ആക്സിസ് സിമെട്രിക്കൽ ആണെങ്കിൽ, ഓക്കെ, എക്സ് ആക്സിസ് സിമെട്രിക്കൽ ആണെങ്കിൽ എന്തായിരിക്കും? വൈ ബാർ 0 ആയിരിക്കും. ഇനി അതല്ല, വൈ ആക്സിസ് സിമെട്രിക്കൽ ആണെങ്കിൽ എക്സ് ബാർ 0 ആയിരിക്കും. ഈ കോൺസെപ്റ്റ് ഓർത്തിരുന്നോളും. ഇത്ര എഴുതി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒറ്റയടിക്ക് ഒരു കോർഡിനേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റെഫറൻസ് ആക്സിസ് സെറ്റ് ചെയ്യുന്നത്. ഇനി കണ്ടു, ഇതിനകത്തൊരു എന്താണ്, എക്സ് ആക്സിസിന് സിമെട്രിക്കൽ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിമെട്രിക്കൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബോട്ടം മോസ്റ്റ് പോയിന്റ് ഏതെന്ന് ചെക്ക് ചെയ്യുക. ആ ബോട്ടം മോസ്റ്റ് പോയിന്റിൽ നിന്ന് ഒരു എക്സ് ലൈൻ വരയ്ക്കുക. ഇതാണ് റെഫറൻസ് എക്സ് ലൈൻ. ഓക്കെ, സിമെട്രിക്കൽ ആക്സിസ് ഉണ്ട്, അത് സെറ്റ് ചെയ്യുക. ആ ആക്സിസ് തന്നെ റെഫറൻസ് ആക്സിസ് ആയിട്ട് സെറ്റ് ചെയ്യുക. ഇനി മറ്റേ ആക്സിസ് സെറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ വൈ ആക്സിസിനാണ് സിമെട്രിക്കൽ എങ്കിൽ ബോട്ടം മോസ്റ്റ് പോയിന്റ്, വൈ എക്സ് സെറ്റ് ചെയ്തല്ലോ, എക്സ് അല്ല വേണ്ടത്. എക്സ് സെറ്റ് ചെയ്യുന്ന എങ്ങനെ? സാധാരണ ബോട്ടം മോസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്തു അവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഇനി എവിടെയാണെങ്കിൽ നമ്മൾ എക്സ് ആക്സിസ് സിമെട്രിക്കൽ ആയിരുന്നു, ഇവിടെ എക്സ് ആക്സിസ് റെഫറൻസ് ആക്സിസ് സെറ്റ് ചെയ്തു. പക്ഷെ വൈ ആക്സിസ് ആയിട്ടില്ല അല്ലേ. സോ വൈ ആക്സിസ് സെറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക, അവിടെ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ സെറ്റ് ചെയ്യുക. മനസ്സിലായോ? വെർട്ടിക്കൽ ലൈൻ സെറ്റ് ചെയ്യുക. സോ ഹിയർ വി ഹാവ് എക്സ് ആൻഡ് വൈ ആക്സിസ്. ഇപ്പോൾ ഈ കേസിൽ എക്സ് ബാർ ആണ്, വൈ ബാർ ആണ് 0 ആയിട്ട് വരുന്നത്. എക്സ് ബാറിൻ്റെ ഇക്വേഷൻ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? എക്സ് ബാർ ഇസ് ഈക്വൽ ടു, നമ്മൾ ഈ സെക്ഷനെ രണ്ടായി ഡിവൈഡ് ചെയ്യാലോ, ഒരു സെമി സർക്കിളും ഒരു റെക്ടാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, a1x1 പ്ലസ് a2x2 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 എന്നായിരിക്കും ഇക്വേഷൻ. സോ ഈ കേസിലാണെങ്കിൽ എക്സ് ബാർ 0 ആണ്. സോ വൈ ബാറിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? വൈ ബാർ ഇസ് ഈക്വൽ ടു a1 y1 പ്ലസ് a2 y2 പ്ലസ്, ഒരു 3 സിമ്പിൾ ഫിഗേഴ്സായി ഡിവൈഡ് ചെയ്യാലോ, പ്ലസ് a3 y3 ഡിവൈഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് a3. അങ്ങനെയായിരിക്കും ഇക്വേഷൻ. പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. സോ ദ ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് 100 mm ഇൻറ്റു 150 mm ഇൻറ്റു 30 mm ടി സെക്ഷൻ. ടി സെക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടി സെക്ഷൻ ഉണ്ട്, സി സെക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ കൺസ്ട്രക്ഷൻ ടൈമിൽ യൂസ് ചെയ്യുന്ന സെക്ഷൻസ് ആണ്, സ്റ്റീലിൻ്റെ സെക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ടെൻസ്ഡ് ആവേണ്ട എന്താണ് അവർ മീൻ ചെയ്തേക്കുന്നത്? ഈ ഒരു ഏരിയയുടെ സെൻറ്ററോട് കണ്ടുപിടിക്കാൻ തന്നെയാണ് മീൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം, ഒരു കാര്യം ശ്രദ്ധിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗർ തന്നിട്ടുണ്ടായിരിക്കില്ല. സോ ഫിഗർ തന്നിട്ടില്ലെങ്കിൽ ടി സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ആദ്യമേ തരുന്നതിൻ്റെ ഫ്ലാഞ്ചിൻ്റെ, അതായത് ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, ഈ ടോപ്പ് പോർഷൻ്റെ
വിഡ്ത്ത് ആയിരിക്കും. കണ്ടോ, ഈ 100 mm വിഡ്ത്ത് ആയിരിക്കും. ഇനി 150 എന്ന് പറയുമ്പോൾ ഈ താഴേക്കുള്ള പോർഷൻ ഇതിന് വെബ് എന്നാണ് പറയുന്നത്. ഈ വെബിൻ്റെ ഹൈറ്റ് ആയിരിക്കും രണ്ടാമത് തന്നിട്ടുണ്ടാവുക. ഓക്കെ, അത് 150. ഇനി ലാസ്റ്റ് തന്നിട്ടുണ്ടാവുന്നത് അതിൻ്റെ തിക്നെസ് ആയിരിക്കും. ഓക്കെ, തിക്നെസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിനും കോമൺ തിക്നെസ് ആണ്, അതുകൊണ്ടാണ് ഒറ്റയടിക്ക് തന്നേക്കുന്നത്. സോ 30 mm എന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്യുക. ഇൻ കേസ് ഇങ്ങനത്തെ ഒരു ഫിഗർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വരയ്ക്കുക. ഫ്ലാഞ്ചിൻ്റെ ആയിരിക്കും ആദ്യം തന്നിട്ടുണ്ടാവുക ഈ ലെങ്ത്ത്. പിന്നെ ഉണ്ടാവുന്ന അതിൻ്റെ ഈ ഹൈറ്റ് ആട്ടോ പിള്ളേർ ഉദ്ദേശിക്കുന്നത്. ഹൈറ്റ് ആണ് ഇവിടെ തൊട്ട് ഇവിടെ വരെ അല്ല, ഈ കംപ്ലീറ്റ് ഇതിൻ്റെ ഹൈറ്റ് ആണ് വരുന്നത്. പിന്നെ ഉള്ളത് അതിൻ്റെ തിക്നെസ് ആണെന്ന് വിചാരിക്കുക. 30 ആൻഡ് തിക്നെസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. സോ ആദ്യം ഫ്ലാഞ്ചിൻ്റെ ഈ ലെങ്ത് തരും, പിന്നെ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് തരും, പിന്നെ ഇതിൻ്റെ തിക്നെസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ ടി ഷേപ്പിലുള്ള ഒരു ഫിഗറിൻ്റെ ഏരിയ ഒറ്റയടിക്ക് ഏരിയ കണ്ടുപിടിക്കാനും അറിയത്തില്ല, സെൻട്രോഡ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം ഇത് എങ്ങനത്തെ ഒരു ഫിഗറിനോട് സാദൃശ്യമുണ്ട്, നമുക്ക് അറിയാവുന്ന ഫിഗേഴ്സൊക്കെ ഇതിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്, ആദ്യമേ തന്നെ ഗ്രീൻ കളർ റെക്റ്റാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിനകത്ത് ഗ്രീൻ കളർ കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഡോട്ടഡ് ആയിട്ട് ഇങ്ങനെ ടി പോലെ ആയിരിക്കുമല്ലോ വരച്ചിട്ടുണ്ടാവുക. സോ ഒരു ഡോട്ടഡായിട്ട് വരച്ചിട്ട് 1 ആയിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമതായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന ഈ സെക്കൻഡ് ഏരിയ ആണ്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ ആ ഏരിയ വരുമ്പോൾ എല്ലാം വന്നിരിക്കണമെന്ന് ചെക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഒരു ഈ കംപ്ലീറ്റ് റെക്റ്റാങ്കിൾ എടുക്കും, രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ഇതും കൂടി കയറ്റിയൊക്കെ എടുക്കും. അങ്ങനെ ചെയ്യരുത്. ആ ഏരിയ അറ്റ് എ ടൈമിൽ ടോട്ടൽ വരുമ്പോൾ ആ ഏരിയ എല്ലാം വരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, ആദ്യം ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു, രണ്ടാമത് ബാക്കിയുള്ള എന്ത് പോർഷൻ ഇത്രയല്ലേ, അത് രണ്ടാമത്തെ റെക്റ്റാങ്കിളായിട്ട് സെലക്ട് ചെയ്യും. അതാണ് ഫസ്റ്റ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെങ്ങനെ റെഫറൻസ് ആക്സിസ് സെറ്റ് ചെയ്യും അല്ലേ. റെഫറൻസ് ആക്സിസ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യമേ നോക്കേണ്ട കാര്യം ജസ്റ്റ് ചെക്ക് വെദർ ദർ ഇസ് എനി സിമെട്രി, ഫിഗറിന് എന്തെങ്കിലും സിമെട്രി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഫിഗർ ഇസ് സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ്, റൈറ്റ്. ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ട് നമുക്ക് ഇനി ഈക്വൽ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ആദ്യമേ തന്നെ റെഫറൻസ് വൈ ആക്സിസ് സെറ്റ് ചെയ്യുക. അത് നമ്മുടെ ഈ സിമെട്രിക്കൽ വൈ ആക്സിസ് തന്നെയായിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് നമ്മൾ ചെക്ക് ചെയ്യുക വെദർ ഇറ്റ് ഇസ് സിമെട്രിക്കൽ ടു എക്സ് ആക്സിസ് ഓർ നോട്ട്. എക്സ് ആക്സിസ് സിമെട്രിക്കൽ ആണോ, അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, just note the bottommost point of this figure and just draw a horizontal line. So this is the reference x-axis. Okay, അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ റെഫറൻസ് എക്സ് ആൻഡ് വൈ ആക്സിസ് സെറ്റ് ചെയ്യാനാണ് ആദ്യ സ്റ്റെപ്പ്. ഇനി ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കുക. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ രണ്ട് സെക്ഷൻസിൻ്റെയും ഈ രണ്ട് റെക്റ്റാങ്കിൾസിൻ്റെയും സെൻട്രോഡ് എവിടെയാണെന്ന് അറിയാം. എവിടെയാണ് സെൻട്രോഡ്? സോ ഫസ്റ്റ് സെക്ഷൻ ഇതാന്ന് പറഞ്ഞായിരുന്നു, സെക്കൻഡ് സെക്ഷൻ ഇതാണ് നമ്മുടെ സെക്കൻഡ് സെക്ഷൻ. സോ ഫസ്റ്റ് തന്നെ നമ്മൾ റെഫറൻസ് എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് വൈ ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്. ഓക്കെ, ഇനി ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോഡ് നമുക്കറിയാം, റെക്റ്റാങ്കിൾ കേസിൽ കറക്റ്റ് ഒരു സെൻറ്ററിൽ ഒരു പോയിന്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രോഡ്. ഓക്കെ, ഇനി അത് G1 കൊടുത്തു. ഫസ്റ്റ് സെക്ഷൻ ആയായിരുന്നു, ഫസ്റ്റ് സെക്ഷന് സെൻട്രോഡ് G1 കൊടുത്തോളണം. ഇനി അടുത്ത റോസ് കളർ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോഡ് എവിടെയായിരിക്കും? അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഹൈറ്റ് 120 ആണ് അല്ലേ. 150 മൈനസ് 30 120. സോ 120ൻ്റെ പകുതിയൊക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ സെൻട്രോഡ് ഉണ്ടാവുക. സോ സെൻട്രോഡ് ലൊക്കേറ്റ് ചെയ്യാം. അതിന് എന്ത് ചെയ്യണം, അതിന് G2 എന്ന് പേര് കൊടുക്കണം. സോ G1 G2 എന്ന് പേര് കൊടുക്കുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഴുതിക്കോണം, സിൻസ് ഫിഗർ സിമെട്രിക്കൽ ടു വൈ ആക്സിസ്, നമ്മുടെ സെൻട്രോഡ് എവിടെയായിരിക്കും, വൈ ആക്സിസിൽ ഏതെങ്കിലും പോയിന്റിലായിട്ടായിരിക്കും ഈ കോമ്പോസിറ്റ് ഏരിയയുടെ സെൻട്രോഡ് ഉണ്ടാവുക. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 0. ആ കാര്യം ആദ്യമേ എഴുതുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളാം കേട്ടോ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതുന്ന കാര്യം ഓർത്തിരിക്കാം. ഇനി നമുക്ക് വൈ ബാർ കണ്ടുപിടിക്കാൻ y1 y2 എന്ന് പറഞ്ഞ ടേംസ് ഇക്വേഷൻ വരുന്നുണ്ടായിരുന്നു അല്ലേ. സോ y1 y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോണം, ഈ G1ൻ്റെയും G2ൻ്റെയും y കോർഡിനേറ്റ്സ് ആണ്. സോ y കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ഈ എക്സ് ആക്സിസിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഹൈറ്റ് ആണ് അല്ലേ. സോ ശ്രദ്ധിച്ച് നോക്കിക്കോളണം, എക്സ് ആക്സിസിൽ നിന്ന് G1 വരെയുള്ള ഹൈറ്റ് അത് എത്രയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, സോ നമുക്കറിയാം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ് എത്രയാണ്, 120 ആണല്ലേ. സോ 120 പ്ലസ് ഈ ഡിസ്റ്റൻസിൻ്റെ ഹാഫ്, 30യുടെ ഹാഫ് എത്രയാണ്, 15. സോ 120 പ്ലസ് 15 ആയിരിക്കും ഈ കേസിൽ y1 വരുന്നെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ,
അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 150 ടോട്ടൽ ഹൈറ്റ് 150 ആണല്ലോ. സോ 150 മൈനസ് എന്ത് വരും? 150 മൈനസ് 50 എന്ന് ചെയ്താലും മതി. നിങ്ങൾ എങ്ങനെ ചെയ്താലും ആൻസർ ഒരു 135 എന്നായിരിക്കും കിട്ടുന്നെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് G2ൻ്റെ y കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. G2ൻ്റെ y കോർഡിനേറ്റ് കണ്ടോ? ഈ എക്സ് ആക്സിസിൽ നിന്നാണ് ഈ പോയിന്റ് വരെയുള്ള ഹൈറ്റ് ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. സോ അത് y2 നമ്മൾ മാർക്ക് ചെയ്തു. ഈ y2 എന്തായിരിക്കും? കുറേ ആൾക്കാർ ഒറ്റയടിക്ക് 150/2 എന്നൊക്കെ പറയും. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റിൻ്റെ സെൻറ്ററിലായിട്ടുള്ളത്. സോ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എത്രയാണ്? 120 അല്ലേ ഉള്ളൂ. സോ 120/2 ദാറ്റ് ഇസ് 60 ആയിരിക്കും ഈ കേസിൽ y2 ആയിട്ട് വരുന്നത്. ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സോ y1 വരുമ്പോൾ എന്ത് വരും? ഒന്നെങ്കിൽ 150 മൈനസ് 30/2 എന്ന് ചെയ്യാം. 150 മൈനസ് ഇത് 30/2 എന്ന് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 120 പ്ലസ് 30/2 എന്ന് ചെയ്യാം. എങ്ങനെ വേണേ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഇക്വേഷനുള്ളത് A1 A2 എന്ന് പറഞ്ഞ ടേംസ് ആണ് അല്ലേ. സോ A1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A1 ഇസ് ഏരിയ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ. ഏരിയ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ മീൻസ് വാട്ട്? ഈ ഫസ്റ്റ് സെക്ഷൻ ഈ ഗ്രീൻ കളർ സെക്ഷൻ ആണ്. സോ റെക്ടാങ്കുലർ പോർഷൻ ആണ്. B ഇൻറ്റു D എന്നാണ് ഇക്വേഷൻ. സോ A1 ഇസ് ഈക്വൽ ടു വാട്ട്? 100 ഇൻറ്റു 30. സോ A1 ഇസ് ഈക്വൽ ടു ഈ റെക്ടാങ്കുലർ ഏരിയ 100 ഇൻറ്റു 30. ഇനി A2 എന്ന് പറയുമ്പോൾ നിങ്ങൾ സെക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. ഫസ്റ്റ് സെക്ഷൻ ഇതെടുത്തു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആ സഫിക്സ് കൊടുക്കുന്ന എല്ലാം ഇതിൻ്റെ റിലേറ്റഡ് തന്നെ ചെയ്തോളണം. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ റോസ് കളർ റെക്റ്റാങ്കിൾ ആണ്. സോ അതിൻ്റെ ഏരിയ എന്ത് വരും? അത് ശ്രദ്ധിച്ചോളണേ. സോ അതിൻ്റെ ഹൈറ്റ് നേരത്തെ പറഞ്ഞായിരുന്നു 120 അല്ലേ. സോ 120 ഇൻറ്റു ഈ വിഡ്ത്ത് എന്തായിരിക്കും? എന്താണ്? 30. സോ 120 ഇൻറ്റു 30 ആയിരിക്കും A2. സോ നമ്മൾ A1 കണ്ടുപിടിച്ചു, A2 കണ്ടുപിടിച്ചു, Y1 കണ്ടുപിടിച്ചു, Y2 കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഇതുപോലെ ഇപ്പോൾ എഴുതിക്കുന്ന പോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കുക. സിൻസ് ദ സെക്ഷൻ ഇസ് സിമെട്രിക്കൽ അബൌട്ട് y ആക്സിസ് ബൈസെക്ടിങ് ദ വേവ്, therefore its center of gravity will lie on this axis. ഓക്കെ, ഈ ആക്സിസിലായിരിക്കും ലൈ ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ഏരിയനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ABCH ഇത്ര എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. വി ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു 2 rectangles. Then area of first rectangle, that is A1 is equal to എന്താണ്? 100 ഇൻറ്റു 30. ആൻഡ് ഏരിയ ഓഫ് സെക്കൻഡ് റെക്ടാങ്കിൾ അപ്പോൾ തന്നെ ഓർത്തിരുന്നോളെ 150 ഇൻറ്റു 30. ഇനി y1 വാല്യൂ എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്? y1 ഇസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞായിരുന്നു. y1 ഇസ് ഈക്വൽ ടു 150 മൈനസ് 30/2. ഇനി സിമിലർലി സെക്കൻഡ് സെക്ഷൻ എടുത്തു. സെക്കൻഡ് സെക്ഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഇൻറ്റു 30 ആണ്. ഓക്കെ, y2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 120യുടെ പകുതി, 120/2. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? y bar ഇസ് ഈക്വൽ ടു A1 y1. രണ്ട് സെഷൻസ് ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തത്. രണ്ട് സെഷൻസ് നമുക്ക് ആവശ്യമുള്ള ഏരിയ തന്നെയായിരുന്നു അല്ലേ. സോ A1 y1 പ്ലസ് A2 y2 ഡിവൈഡ് ബൈ A2 പ്ലസ് A1 പ്ലസ് A2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ചെക്കാണെന്ന് ചെക്ക് ചെയ്യുക, ശരിയാണെന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എൻ്റെ യൂണിറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം യൂണിറ്റ്സ് MM-ലല്ലേ. സോ ഇത് ഈ യൂണിറ്റും MM-ൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ എക്സ്ട്രാ ഒരു കാര്യം കൂടി നിങ്ങൾ എഴുതുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത് ഇവിടെ y bar ഇസ് ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടി. ഓക്കെ, അത് എത്രയാണെന്ന് നിങ്ങൾ പറയുക. അത് എത്ര നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, then since the figure is symmetrical with respect to y axis symmetrical ആയ കാരണം y axis ഏതെങ്കിലും ഒരു പോയിന്റിലാണ് നമ്മുടെ സെൻറ്ററോട് എന്ന് പറഞ്ഞായിരുന്നു. സോ x bar is equal to 0. ഈ കാര്യം എഴുതുന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആവും. സോ നിങ്ങളെല്ലാം ചെയ്ത് നോക്കുമ്പോൾ y ബാറിൻ്റെ ആൻസർ എന്താ കിട്ടുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഒരു 94.1 mm ആണ് എൻ്റെ ആൻസർ കിട്ടുന്നത് കേട്ടോ.